ഇന്നത്തെ സ്പെഷ്യൽ ഒരു തനി നാടൻ റെസിപ്പിയാണ്. മറ്റൊന്നുമല്ല, വാഴക്കൂമ്പ് തോരനും വാഴക്കുടപ്പൻ തോരനും ഒക്കെ അറിയപ്പെടുന്ന വളരെ ടേസ്റ്റിയായ ഒരു റെസിപ്പി. ഇതെല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്. എങ്കിലും ഒട്ടും തന്നെ കറയുടെ ഒന്നും ആ ഒരു ചുവയില്ലാതെ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇതിനായിട്ട് ഞാനൊരു വാഴക്കൂമ്പ് എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഇതിൻ്റെ പുറമേ ഉള്ള ഈ ഒരു പോർഷൻസ് എല്ലാം ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതൊരു ചോപ്പറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുക്കുമ്പോൾ നമുക്ക് നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റും. ഇങ്ങനെ അരിഞ്ഞെടുത്തെങ്കിൽ മാത്രമേ ഈ തോരന് അതിൻ്റെതായ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അതിനുശേഷം ഈ അരിഞ്ഞെടുത്തിട്ടുള്ള ഇതെല്ലാം തന്നെ ഉപ്പും മഞ്ഞളും ചേർന്നിട്ടുള്ള വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ കറയൊക്കെ നന്നായിട്ടൊന്ന് പോകണം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയും. ഒരു 5 മിനിറ്റ് നേരം ഞാനിത് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ട് ഞെവിടി കഴുകിയെടുക്കണം. ഇതിൽ കറയെല്ലാം ഒന്ന് പോയ ശേഷം വെള്ളത്തിൽ കഴുകി എടുത്തിട്ടുണ്ട്. ആദ്യം ഒരു തവണ മാത്രമേ ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നീട് 2 വെള്ളം കൂടെ ഇത് കഴുകി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഇതൊന്ന് തയ്യാറാക്കി മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു പാൻ ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടായ ശേഷം ഒരു തോരൻ തയ്യാറാക്കുന്ന വെളിച്ചെണ്ണ ചേർത്ത് ഉറപ്പായും വെളിച്ചെണ്ണ മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ നാടൻ റെസിപ്പിക്കൊക്കെ തന്നെ വെളിച്ചെണ്ണ ചേർത്ത് തയ്യാറാക്കുമ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് സ്വാദ് നമുക്ക് കിട്ടുക. വെളിച്ചെണ്ണ ഒട്ടും താല്പര്യമില്ലാത്തവർ മാത്രം സൺഫ്ലവറോ മറ്റെന്തെങ്കിലും ഓയിലോ ഉപയോഗിച്ച് തയ്യാറാക്കുക. കടുകെല്ലാം ഒന്ന് പൊട്ടിയ ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഈ ഒരു തോരൻ്റെ ടേസ്റ്റ് കൂടാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ എന്തായാലും ഈ ഉഴുന്നൊക്കെ ചേർത്ത് ഇങ്ങനെ തയ്യാറാക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉഴുന്ന് ഒരുപാട് അങ്ങ് മൂത്ത് പോകേണ്ട, ഒരു ചെറിയ ബ്രൗൺ കളർ വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് 2-3 വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. ഈ വറ്റൽമുളക് ഒന്ന് മൂത്ത് വന്നു കഴിയുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 10-15 ചെറിയ ഉള്ളി അത് ഞാൻ ഒന്ന് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ചെറിയ ഉള്ളി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഈ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്ന വാടി കിട്ടിയാൽ പോരാ, ഇത് അത്യാവശ്യം ഒന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ തോരന് കറക്റ്റ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ വാഴക്കൂമ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കും. ശേഷം ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് 2-3 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇതൊന്ന് വെന്ത് വരുന്ന സമയത്തേക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള അരപ്പ് കൂടെ തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ തേങ്ങ ഒന്ന് ചേർത്ത ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന കുറച്ച് ജീരകമാണ്. ഒരുപാട് ജീരകത്തിന് ആവശ്യമില്ല, കുറച്ച് ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 3-4 വെളുത്തുള്ളി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കും. പകരം പച്ചമുളക് ചേർത്താലും മതിയാകും. എനിക്ക് പക്ഷേ മുളക് പൊടി ഇട്ട് തയ്യാറാക്കുന്നതാണ് കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതിയാകും. ഒരുപാട് അരഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ 2-3 മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അടുപ്പത്തിരിക്കുന്ന തോരനൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നന്നായിട്ട് ഇതിലേക്ക് ആവിയൊക്കെ ഒന്ന് കയറിയിട്ടുണ്ട്, ഒന്ന് ഹാഫ് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം വീണ്ടും ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അരപ്പിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി ആ ഒരു കറക്റ്റ് ഫ്ലേവറും ടേസ്റ്റും ഒക്കെ ഒന്നാവുന്നതിന് വേണ്ടി അടച്ച് വെച്ചൊന്നും കൂടെ കുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിലേക്ക് ഈ അരപ്പെല്ലാം ഒന്ന് ചേർത്ത് കൊടുത്ത് 2-3 മിനിറ്റിന് ശേഷം നമുക്ക് ഇതിൽ മെയിനായിട്ട് ചേർത്ത് കൊടുക്കാനുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ഉണ്ട്. അത് മറ്റൊന്നുമല്ല, നേരത്തെ തന്നെ കുറച്ച് ചെറുപയർ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഇത് കംപ്ലീറ്റ് ഹെൽത്തി ആയൊരു തോരനായി മാറുന്നത്. അധികം ടേസ്റ്റ് ഇല്ലാത്ത ഇനം കൂമ്പുകളായാലും നമ്മൾ ഈ ഒരു രീതിയിൽ തോരൻ വെച്ചാൽ വളരെ ടേസ്റ്റി ആയിരിക്കും. ഇതിലേക്ക് ചെറുപയർ കൂടെയൊക്കെ ചേരുമ്പോഴേക്കും എത്ര ടേസ്റ്റ് ഇല്ലാത്ത കൂമ്പായാലും അത് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അത് മാത്രമല്ല, ഇതിൽ ധാരാളം ഫൈബർ കണ്ടൻറ്റും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഇന്ന് തോരൻ തയ്യാറാക്കി നോക്കണം. ഇപ്പോൾ ഈ അരപ്പും ഈ കൂമ്പും എല്ലാം തന്നെ ഒന്ന് വെന്ത് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറുപയറാണ്. അപ്പോൾ ഞാൻ ഇതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു പയറിന് പകരം നമുക്ക് വൻപയർ ചേർത്തും ഈ തോരൻ തയ്യാറാക്കാം. അതുപോലെ തന്നെ തുവരപ്പരിപ്പ് ചേർത്തും ഇത് തയ്യാറാക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ ഈ പയറോ പരിപ്പോ ഒക്കെ ചേരുമ്പോഴേക്കും ഇതൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള റെസിപ്പി കൂടെ ആവും. ഈ പയർ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ച വെളിച്ചെണ്ണയാണ്. ആദ്യം ചേർക്കുന്ന വെളിച്ചെണ്ണയുടെ അളവ് കുറച്ച് ചേർത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ കൂടെ ചേരുമ്പോഴാണ് കറക്റ്റ് ആ ഒരു ഫ്ലേവർ കൂടെ ഇതിന് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കരുത്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ അളവിൽ പച്ച വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു തോരൻ കൂട്ടി നമുക്ക് ചപ്പാത്തിയും ചോറും ഒക്കെ കഴിക്കാം.
പ്രത്യേകിച്ച് കറികളൊന്നുമില്ലെങ്കിലും ഇത് നല്ല പ്രോട്ടീൻ റിച്ചുമാണ്, ഫൈബർ റിച്ചുമാണ്. അപ്പോൾ ഇത്രയുമേ ഉള്ളൂ ഈ ഒരു സിമ്പിൾ റെസിപ്പി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്